ഒന്നാമത്തെ പ്രതി ആര്യ രാജേന്ദ്രൻ, രണ്ടാമത്തെ പ്രതി സച്ചിൻ ദേവ്. നോൺ ബെയിലബിൾ ഒഫൻസാണ്. ഇത് മേയർ ചെയ്തിട്ട് അത് ഒഫൻസ് അല്ല. സച്ചിൻ ദേവ് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സംസാരിച്ചു? സച്ചിൻ ദേവ് എന്നെ മറ്റേ മോനെ ഡാഷ് മോനെ എന്നാണ് ബസ്സിൻ്റെ അകത്ത് കയറി ഒന്ന് വിളിച്ചത്. എൻ്റെ അതൊക്കെ തെളിവില്ല. സഹോദരനെ എന്നെ ഡാഷ് 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 മോനെ എന്നൊക്കെ വിളിച്ചു. പാർട്ടി തന്നെ ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തിയിരുന്നു ഈ തിരഞ്ഞെടുപ്പില്, കാരണം തോൽവി മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കാം. അല്ലെങ്കിലും തോക്കുമല്ലോ. ഇവര് നിന്നാലും തോക്കും, ഇവര് വന്നാലും തോക്കും. ഞാൻ ഇമോഷനല്ല, ഞാൻ ചിരിച്ചോണ്ടിരിക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. പറയുമ്പോൾ പല വിഷമങ്ങളും ക്യാമറയുടെ മുമ്പിൽ പറയാൻ പറ്റൂല. എൻ്റെ മോന് വിഷമമില്ലെന്നാണ്. അവൻ ചെറുതാണെങ്കിലും അവന് കാര്യങ്ങളൊക്കെ അറിയാം. അതിനുശേഷം പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇപ്പോ കേസുമായി വീണ്ടും മുന്നോട്ട് പാർട്ടിയിൽ ഭീഷണിപ്പെടുത്താൻ ധൈര്യമുള്ള ഒരുത്തന്മാരും വരൂല. എന്നെ കൊന്നാലും ശരി തന്നെയാണ്, മുന്നോട്ട് തന്നെയാണ് പോകും. നീ സൂക്ഷിക്കണമെന്ന് പല ആൾക്കാരും പറഞ്ഞു. പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു സൂക്ഷിക്കണം, ഇവരങ്ങനെ ചെയ്യും, അതുകൊണ്ട് നീ സൂക്ഷിക്കണം, ബി കെയർഫുൾ എന്ന് പറഞ്ഞു. ധീരന് ഒരു മരണമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം മരിക്കാൻ ഞാൻ തയ്യാറാണ്. രായാവേ രായാവേ എന്ന് വിളിച്ച് നടക്കേണ്ട കാര്യമൊന്നും. എൻ്റെ 715 രൂപ വരെ അന്നത്തിലാണ് ഇവർ കല്ല് വാരിയിട്ട്. അപ്പൊ അതിന്റെ ശിക്ഷ ദൈവമായിട്ട് കൊടുത്തോളൂ. ഇനി യദുചേട്ടൻ മറ്റൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കേസ് ഒരു വലിയ പ്രശ്നമായി നിൽക്കും തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞത് കോംപ്രമൈസിന് ഇവർ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ്.